സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് ഗുരുവായൂർ അമ്പലമാണ്. ഗുരുവായൂർ അമ്പലത്തിലെ പുതിയ ഫാമിലി, അതെന്തായാലും കൃഷ്ണമംഗലത്താരുടെ സ്വന്തക്കാരാണ്. അവര് ആദ്യം റൂം എടുക്കുന്നുണ്ട്. പിന്നാലെ ഗോമതിയും മീനാക്ഷിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവരും എടുക്കും. അങ്ങനെ റൂമൊക്കെ എടുത്ത് രണ്ടുപേരും അവിടെ ചിന്ന പരിചയപ്പെടുന്നൊക്കെ ഉണ്ട്. പിന്നീട് ഇവിടുത്തെ നമ്മളൊരു ഹോട്ടലല്ലേ, നമുക്ക് പരിചയപ്പെടാമെന്നൊക്കെ പറയും. അങ്ങനെ ആര്യൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അഡ്രസ്സൊക്കെ എഴുതി കൊടുക്കുമായിരിക്കും. അതിനുശേഷം രണ്ടുപേരും രണ്ട് റൂമിലേക്ക് പോകും. പിന്നെ ആര്യന് വേറെ റൂം, മീനാക്ഷിക്ക് അമ്മയ്ക്ക് ഒരു റൂം. അങ്ങനെ മീനാക്ഷി അമ്മനോട് ചോദിക്കുന്നുണ്ട് റൂമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പട്ടി പൊളി മോളെ എന്ന് പറയുന്നു. ഞാനേ ബാലേട്ടനെ വിളിച്ച് വിവരങ്ങളൊക്കെ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മേ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കരുന്നല്ല അച്ഛൻ പറഞ്ഞേക്കണേ, ഞാൻ വിളിച്ചു കൊടുത്ത എല്ലാ വിശേഷങ്ങളും അറിയിച്ചോളാം, അമ്മ പടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി, എൻ്റെ മരുമോള് പറയുന്ന പോലെയെന്ന്. എങ്ങനെയെന്ന് ചോദിക്കൂ. അല്ല, എൻ്റെ മോള് പറയുന്ന പോലെ എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ കവളത്തൊക്കെ പിടിക്കുന്നുണ്ട് ഗോമതി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവമംഗലമാണ്. ചേട്ടാ എനിക്ക് വിശന്നിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് അനു വരുന്നുണ്ട്. അയ്യോ, നമ്മൾ ഭക്ഷണത്തിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? അച്ഛനാണെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചിട്ടായിരിക്കും വരുന്നത്. അനുവിന് വിശക്കുന്നുണ്ടല്ലോ, എന്ത് ചെയ്യും ചേട്ടാന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞ ഒരു സമാധാനപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബാലൻ വലിയ പുതിയായിട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ബാലൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇല്ല അച്ഛാ, വിശന്നിട്ട് പാടില്ല എന്ന് അനു പറയും. എന്നാ നിങ്ങൾ ഇരിക്കി, അച്ഛൻ നല്ല മട്ടൻ ബിരിയാണി കൊണ്ടിട്ടുണ്ടെന്ന് പറയും. മട്ടൻ ബിരിയാണിയോ? അതെന്തേ? ഞാൻ നിങ്ങൾക്ക് മട്ടൻ ബിരിയാണി ഇഷ്ടമെന്നുള്ള കാര്യം ഞാൻ അന്നാണ് അറിഞ്ഞത്, അതുകൊണ്ടാണ് ഇന്ന് വാങ്ങിയത്. ഞാൻ അന്ന് കോയമ്പത്തൂർ പോണ ദിവസം നിങ്ങൾ മട്ടൻ കഴിച്ചില്ലേ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ എന്നൊക്കെ ചോദിക്കൂ. അപ്പം അച്ഛാ അതിനെക്കുറിച്ചൊന്നും പറയല്ലേ. എടാ എനിക്ക് പറഞ്ഞ് ഇവിടെ സംസാരിക്കാൻ കൂടി അവകാശം ഇല്ലാണ്ടായി എന്നൊക്കെ ബാലൻ ചോദിക്കും. ഞാൻ വിഷമമായിട്ട് പറഞ്ഞതൊന്നല്ല എന്ന് പറയും. നിങ്ങൾ എല്ലാവരും ഇരിക്കാൻ പറയും. അപ്പം അതിന് പോയി പാത്രം എടുക്കാൻ പറയുമ്പോൾ അതിന് പോയി പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വരും. അങ്ങനെ ബാലൻ പറയും, മക്കളെല്ലാവരും ഇരിക്കുക, അച്ഛൻ വിളമ്പിത്തരാന്ന് പറയും. അപ്പം അച്ഛനും അത് ശരിയാവില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് അതിന് പറയും. ഞാൻ വിളമ്പിക്കോളാന്ന് പറയും. മോളെ ഇരിക്കി, അമ്മയല്ലേ ഭക്ഷണം വെച്ച് പാകമൊക്കെ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് വിളമ്പി തരുമ്പോൾ നമ്മൾ നല്ല അഭിപ്രായം പറയുന്നത് കാത്ത് നിൽക്കല്ലേ. അത് ഇപ്പം അമ്മ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ചെയ്യണമെന്ന് പറഞ്ഞു മക്കളെല്ലാവരെയും പിടിച്ചിരുത്തി എല്ലാവർക്കും പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പി. ധർമ്മം പറയും, ഞാൻ കല്യാണ വീട്ടിൽ നിന്ന് കഴിച്ചോളാം. ധർമ്മം വേണ്ട, നീ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. അളിയാ, ഞാൻ കൂടെ കഴിച്ച അളിയൻ്റെ ബഡ്ജറ്റ് നീ മിണ്ടാടി നിന്ന് കഴിക്കടാന്ന് പറയും. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കും. ഇത് അച്ഛൻ തന്നെയാണോ എന്ന് വരെ അവർക്ക് സംശയമാവും. ആനന്ദിന് ഭയങ്കര വിഷമാവും. അച്ഛൻ വിളമ്പിയിട്ട് കഴിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പം അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും. അപ്പം മീനാക്ഷി പറഞ്ഞ പോലെ ഭക്ഷണം എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കണം അച്ഛാ, അതാണ് രസം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി എന്ന് പറഞ്ഞ് ബാലനും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും. പിന്നീട് അനു അടുക്കളയിൽ പോയി പാത്രങ്ങളൊക്കെ കഴുകിക്കുമ്പോൾ അനുവിൻ്റെ നിന്ന് മേടിച്ച് അച്ഛൻ കഴുകും. അച്ഛാ, ഇത് ഞാൻ സമ്മതിക്കില്ല, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ എന്താ മോളെ, അച്ഛൻ ചെയ്തൊരു കുഴപ്പമില്ല എന്ന് പറയും. അതന്ന് മീനാക്ഷി ചേച്ചി പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കും അല്ലേ അച്ഛൻ ചെയ്യുന്നത്. ആണുങ്ങളും പാത്രം കഴിയാനൊരു കുഴപ്പമില്ല എന്ന്. അതൊക്കെ ശരി തന്നെയാണ്, മീനാക്ഷി പറഞ്ഞതെല്ലാം സത്യമായ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ പാത്രങ്ങൾ ഞാൻ കഴിയാലും ഒന്നും സംഭവിക്കില്ല എന്ന് പറയും. അങ്ങനെ ബാലൻ ആ പാത്രങ്ങളൊക്കെ മേടിച്ച് കഴുകുന്ന കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലമാണ്. മിത്ര ഭഗവാന്റെ ഫോട്ടോ പിടിച്ചിട്ട്, ഭഗവാനെ എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലല്ലോ, ഇനി 2 ദിവസമുള്ളൂ, ഇതിനെ പോലെ ഒരാളെ കൂടെ ജീവിക്കാൻ എനിക്ക് പേടിയുണ്ട്. പക്ഷേ ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ അവൻ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കും, മരിക്കും എന്നല്ലേ പറയുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചായോ. ഞാൻ അച്ഛനോട് ഇന്ന് തന്നെ തുറന്ന് പറയാൻ പോകണം, എനിക്ക് ധൈര്യം മാത്രം നീ തന്നാൽ മതി എന്ന് പറയും. ആ സമയത്ത് തന്നെ പെട്ടെന്ന് അമ്മ വിളിക്കും, മിത്രയെന്ന് വിളിക്കുമ്പോൾ അതെ ഇപ്പോൾ വരാമെന്ന് പറയും. അപ്പം എന്തായാലും തുറന്ന് പറയാനുള്ള ഒരു അവസരം ഭഗവാൻ ഉണ്ടാക്കി തന്നാന്ന് വിചാരിച്ച് മിത്ര പുറത്തേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ ഹാളിൽ എല്ലാവരും കൂടി കല്യാണ സാരിയൊക്കെ നോക്കുന്ന സമയമാണ്. മോളെ നോക്കിയേ, നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കാൻ പറയാം. അപ്പോൾ അലോക എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുത്ത് അവനിപ്പോൾ അവൻ്റെ ആതിരയ്ക്ക് അയക്കാൻ പോകണം, എന്താ സംശയം, ഒരു സംശയം വേണ്ട എന്നൊക്കെ പറഞ്ഞ് അലോക എല്ലാ ഫോട്ടോയും എടുത്തും കഴിഞ്ഞിട്ട് ആതിരയ്ക്ക് സെൻഡ് ചെയ്യുന്നതിന് ആ സമയത്ത് മിത്ര എന്താ പറയും, അച്ഛാ മോളെ നീ ഇത് നോക്കാൻ പറയുമ്പോൾ അച്ഛാ എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട് എന്നൊരു വാക്ക് പറയുള്ളൂ. അപ്പോഴത്തേനും ചുമ വരും, ശ്വാസതടസ്സം ബുദ്ധിമുട്ടാവും. അങ്ങനെ കൃഷ്ണമംഗലത്താരെ എല്ലാവരും പേടിക്കും. ഹോസ്പിറ്റലിൽ പോകാൻ പറയും, നെഞ്ചുവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്തായാലും എൻ്റെ മോളെ കല്യാണം കഴിയാണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് പോകില്ല. എൻ്റെ മക്കളെ 2 പേരെയും കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് പോകുള്ളൂ. മോളെ മിത്രേ, മോളെ കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അച്ഛൻ ആശുപത്രിയിൽ പോക്കോളാം, മോള് പേടിക്കണ്ട, ഫുൾ ചെക്കപ്പ് ചെയ്യാന്നൊക്കെ പറയും. ഇപ്പം എന്തായാലും അച്ഛൻ ആരും നിർബന്ധിക്കരുത്, എന്തായാലും അമ്മ പറയാലോ കാർ എടുക്കടാന്ന് പറയും, ഇല്ലിച്ചാന്നൊക്കെ പറയും. അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു കുഴപ്പമില്ല, മോള് പോയിക്കോ, മോള് റൂമിലേക്ക് പൊക്കോ, അച്ഛനൊരു വിഷമമില്ല, അച്ഛൻ ഈ കല്യാണം നടന്ന് കണ്ടാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ മിത്രയ്ക്ക് പറയാൻ വാക്കുകളില്ലാണ്ടാവും.
അങ്ങനെ മിത്ര മുകളിലേക്ക് പോകും. അപ്പോൾ അച്ഛൻ പറയുമ്പോൾ നമുക്ക് സാരി നോക്കാമെന്ന് പറയും. ആ സമയത്ത് തന്നെ ഫോൺ, അതിന് മുന്നേ അവരുടെ മുന്നിൽ തന്നെ ഫോൺ ബെല്ലടിക്കും. ആരാണ് ഈ സമയത്ത് വിളിക്കണേന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ ഒരു കൂട്ടുകാരി എന്ന് പറയുമ്പോൾ ഈ സമയത്ത് എൻ്റെ കൂട്ടുകാരി കട്ട് ചെയ്യുമെന്ന് പറയും മുത്തശ്ശി. അച്ഛന് വയ്യാത്തതല്ലേ എന്ന് പറയുമ്പോൾ അതൊന്നും സാരില്ല, മോള് പോയി സംസാരിച്ചോ എന്ന് അച്ഛൻ പറയും. അങ്ങനെ മിത്ര ഫോണും കൊണ്ട് റൂമിലേക്ക് പോകും. നീ എന്താടി ഫോൺ എടുക്കാൻ വൈകണേന്ന് ചോദിച്ചു മിഥുൻ്റെ ഒരു അട്ടഹാസമായിരുന്നു. മിഥുൻ, ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു. നീ അമ്മനോട് അച്ഛനോട് കാര്യങ്ങൾ സംസാരിച്ചോ, എനിക്ക് വിവാഹത്തിന് 2 ദിവസമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കാൻ പോയതാണ്. പക്ഷെ അപ്പോഴത്തേനും അച്ഛനൊരു നെഞ്ചുവേദന വന്നാൽ വരും, നിനക്ക് പലതും തോന്നും, നീ തേക്കാനുള്ള പരിപാടികളെന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഞാൻ നിൻ്റെ വീടിൻ്റെ ഇടവഴിയിലുണ്ട്, നീ ഇങ്ങോട്ട് വന്നല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരാമെന്ന് പറയും. പിന്നെ മിത്ര ഒരു കണക്കിന് മിഥുൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. മിഥുനോട് നീ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാത്ത, എനിക്ക് നിൻ്റെ സ്വഭാവം കാണുമ്പോൾ പേടിനാവണേന്ന് പറഞ്ഞപ്പോൾ നിനക്കിപ്പോൾ എന്നെ കാണുമ്പോൾ ഇഷ്ടക്കുറവൊക്കെ തോന്നും, ഇപ്പം നിനക്ക് എന്നെ തയ്ക്കാനുള്ള പരിപാടിയില്ലെന്ന് വെച്ചപ്പോൾ നീ എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് കണ്ടത്, ഒരു പണക്കാരനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളാണോ ഞാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ പോട്ടെ, എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല, ഒന്നില്ലേ നീ വീട്ടിൽ പറയണം, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇറങ്ങി വരണം, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കണം, അല്ലെങ്കിൽ എന്നെ അറിയാലോ എന്നൊക്കെ പറഞ്ഞ് മിഥുനൊരു തരം ഭീഷണിന്. ആ സമയത്ത് തന്നെ മിത്രനെ രാജശ്രീ വിളിക്കുന്നുണ്ട്. അത് ചെറിയമ്മ വിളിക്കുന്നത്, നീ പൊക്കോ, ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം, ഞാൻ ഭഗവാനോട് തേടുന്നുണ്ട്. ഇപ്പം നിനക്ക് ഭഗവാനൊന്നും ഇത്ര നാൾ വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ, ഭഗവാനൊക്കെ പുച്ഛിച്ച് നടന്നതല്ലേ, ഇപ്പം നിനക്ക് എവിടെ നിന്ന് വന്ന് ഇത്ര പെട്ടെന്ന് എന്നെ തയ്ക്കാനുള്ള ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് നീ ഭഗവാനെ കൂട്ടുപിടിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, ഞാൻ എൻ്റെ മുത്തശ്ശി തന്ന വിഗ്രഹത്തിനോട് സംസാരിക്കുക, അതെ ആളെനിക്കൊരു വഴി കാണിച്ചിരുന്നുള്ളൊരു പ്രതീക്ഷ എന്ന് പറയും. ഞാൻ പോണു, നീ പോവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മിത്ര പോവും. ആ സമയത്ത് രാജശ്രീ മിത്രനും സംശയത്തോടെ നോക്കിക്കും. നീ ഫോൺ വിളിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് നീ എന്ത് ഇവിടെ നിന്ന് വരുന്നതെന്ന് ചോദിക്കും. അത് റേഞ്ചില്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞ് മിത്രർക്കും മറുപടി ഒന്നും കൊടുക്കാതെ നേരെ അകത്തേക്ക് പോകും. മിത്രനെ ചെറിയ സംശയത്തോടെ രാജശ്രീ ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ ഗുരുവായൂരാണ് കാണിക്കുന്നത്. അമ്മായിമ്മയും മരുമോളും ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് വരിയിരിക്കും. നല്ല ഭക്ഷണമല്ലേ അമ്മയെന്ന് പറഞ്ഞപ്പോൾ എന്തോ മനസ്സിൽ ടെൻഷൻ കാരണം എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല മോളെ എന്ന് പറയും. ആ സമയത്ത് മറ്റേ ഫാമിലിയും കൂടെ അവിടെ വരുന്നുണ്ട്. ശരൺ എന്നൊക്കെയാണ് ആ പയ്യൻ്റെ പേര്. എന്തായി എവിടെ ഭക്ഷണം കഴിക്കാൻ പോയതെന്ന് വെച്ചപ്പോൾ അതേ ഭക്ഷണം കഴിച്ച് വരികയാണ്, ഞങ്ങൾ കഴിക്കാൻ പോകണുള്ളൂ എന്ന് പറയും. പിന്നീട് പറയുന്നുണ്ട് ഗോമതി ആൻറ്റിക്കും മീനാക്ഷി ചേച്ചിക്കും ഗുരുവായൂർ വന്നിട്ട് എന്തായാലും എല്ലാ ആശംസകളും നേരിടണം എന്നൊക്കെ മരുമോള് പറയും. ഇവള് പറഞ്ഞത് തന്നെ കേട്ടാ, ആൻറ്റിക്ക് വല്ല വിഷമം ഉണ്ടെങ്കിൽ ഒക്കെ ഇവിടെ വെച്ച് അവസാനിക്കും എന്നാണ് പറഞ്ഞത്. നമ്മുടെ ശരണം പറയുന്നുണ്ട്. പുള്ളിക്കാരൻ മറ്റാൾ ഇത്തിരി ചൂടണല്ലോ എന്ന് ചോദിക്കും അമ്മ. അപ്പം ഇല്ല, അവൻ പാവാണ്, അവൻ അങ്ങനെ പെട്ടെന്ന് ഞാനാണ് അവൻ്റെ മനസ്സിൽ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്ന സമയത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടായത്, അതുകൊണ്ടെന്നൊക്കെ പറയും. അതൊന്നും സാരില്ല, ഞാൻ പറഞ്ഞതെന്ന് പറയും. എന്തായാലും നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ഭഗവാൻ മാറ്റിത്തരും എന്ന് പറഞ്ഞ് 2 കൂട്ടരും കൂടെ അങ്ങോട്ടൊക്കെ പരിചയപ്പെടും. മീനാക്ഷി മരുമോളൊന്നും രണ്ടാമത്തെ മോൻ്റെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പരിചയപ്പെട്ട് അവർ വീണ്ടും പിരിയും. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്തേക്ക് 2 വിരുന്നുകാർ വരുന്നുണ്ട്. അത് ഈ ഗുരുവായൂർ വന്ന ഫാമിലിയുടെ ബാക്കി ബന്ധുക്കളാണ്. അവർ 2 പേരും കൂടെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് മിത്രയ്ക്കൊക്കെ കൊടുക്കും. മിത്രയ്ക്ക് എന്തെങ്കിലും ആ ഗിഫ്റ്റ് മേടിക്കാൻ പോലും ഇഷ്ടമുണ്ടാവില്ല. ഒരു മനസ്സമാധാനം സന്തോഷമില്ലാത്ത സമയത്ത് ഗിഫ്റ്റ് കൊണ്ടുവന്നപ്പോൾ പ്രതീക്ഷിക്കാതെ തന്നെ മിത്ര ചിരിക്കൊന്നുമില്ല. എന്താ ഗിഫ്റ്റ് ഇഷ്ടപ്പെടാണ്ടാണോ? മിത്ര ചിരിക്കുന്ന പോലെ ഇല്ലല്ലോ എന്ന് അഞ്ജലി എന്നാണ് അവരുടെ പേര്. അഞ്ജലി ചോദിക്കും, ശ്യാമും അഞ്ജലിയും പറയും അല്ല അതുകൊണ്ടൊന്നല്ല എന്ന് പറയും. അത് പോട്ടെ, അഞ്ജലിയുടെ അമ്മയും സഹോദരനും നോക്കിയപ്പോൾ അവർ ഗുരുവായൂർ തൊഴാൻ പോയേക്കണേ, 2 ദിവസം കഴിയുമ്പോൾ വരുള്ളൂ എന്ന് പറയും. അവരെല്ലാ പ്രാവശ്യവും പോകണമാണ്, അതുകൊണ്ട് അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയും. എന്തായാലും ഇവിടെ വന്നത് എനിക്ക് നമുക്കുള്ള സ്ഥലത്തൊക്കെ ഒതുങ്ങിക്കൂടാം, 2 ദിവസമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ എറാത്തായാലും കിടന്നോളാന്ന് ആളും പറയും. അങ്ങനെ നല്ലൊരു ഫാമിലിയാണ് ഒരു വന്ന് എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു ഫാമിലി. പിന്നെ അയാൾക്കൊരു ഫോൺ വരും. അപ്പോൾ ഭാര്യ ദേഷ്യപ്പെട്ട് മേടിച്ചേക്കും. ഫോൺ വന്നാൽ പരിസരം മറക്കും, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞ് ഭാര്യയ്ക്ക് ദേഷ്യം വരും. പിന്നീട് കാണിക്കുന്നത് അയാളെ തന്നെയാണ്. അയാൾ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമായിരിക്കും. അയാൾ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ബാലൻ്റെ സ്കൂട്ടിയിൽ ചെന്നിരുന്നിട്ടുണ്ട്. ഫോൺ പോയി അവിടെ ചെന്നിരിക്കും. പണ്ടത്തെ ബാലനാണെങ്കിൽ അയാളെ ചവിട്ടി പുറത്താക്കണ സമയം കഴിഞ്ഞു. പക്ഷെ ബാലൻ വളരെ നിയന്ത്രിച്ച് വിഷമൊന്നും ഇല്ലാണ്ട് മീനാക്ഷി അയാൾ അങ്ങനെ ആക്കിയെടുത്തു. സഹോദര സ്കൂട്ടി ഒന്ന് കിട്ടിയാൽ എനിക്ക് പോകണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സോറി എന്ന് പറഞ്ഞ് വേഗം എഴുന്നേൽക്കുന്നുണ്ട്. ആ സമയത്ത് അച്യുതവർമ്മ വന്നിട്ട് ചോദിക്കും എന്താ സോറി എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കും. എന്താ ശ്യാം ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അദ്ദേഹത്തിന് പോകണമെന്ന് പറഞ്ഞു, ഞാൻ സോറി പറഞ്ഞത്. നീ എന്തിനാ ഇവനോട് സോറി പറഞ്ഞു? ഇയാളോടൊന്നും നീ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല അതെ എന്ന് പറഞ്ഞ് അങ്ങനെ ബാലനെ അപമാനിക്കുകയാണ്. ബാലൻ അങ്ങോട്ട് വിഷമത്തോടെ എന്തായാലും ബാലൻ തിരിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. അച്യുതവർമ്മര ദേഷ്യവും കോപമൊക്കെ കണ്ടുകൊണ്ട് ബാലൻ ഇങ്ങനെ അന്തം വിട്ട്
അയാളെ നോക്കി നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.